പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് ഭീകരവാദി ഹാഷിം മൂസയെന്ന് അന്വേഷണ സംഘം. കൂട്ടക്കൊലയുടെ ഗൂഢാലോചനയിൽ ഹാഷിം മൂസയ്ക്ക് പങ്കെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ആർമിയുടെ പ്രത്യേക പരിശീലനം ലഭിച്ച കമാൻഡോയാണ് ഹാഷിം മൂസ. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ അംഗമാണ് ഹാഷിം മൂസ. VS രഞ്ജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ഇതിപ്പോൾ പാകിസ്ഥാൻ എത്ര നിഷേധിക്കുമ്പോഴും ആ പങ്ക് ഇന്ത്യക്ക് കൂടുതൽ വ്യക്തമാവുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാവുന്ന. ഈ ഹാഷിം മൂസയുടെ പങ്ക് അത് എത്രത്തോളമുണ്ട്? നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണി, ഇതിന്റെ ഗൂഢാലോചനയിൽ ഹാഷിം മൂസയ്ക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഹാഷിം മൂസ പാകിസ്ഥാന്റെ സൈന്യം പരിശീലനം നൽകിയിട്ടുള്ള ഒരു കമാൻഡോ ആണ്. ലഷ്കർ ഇ തൊയ്ബയ്ക്ക് വേണ്ടി ലഷ്കർ ഇ തൊയ്ബയുടെ കമാൻഡോ ആയിട്ട് പ്രവർത്തിക്കുമ്പോഴും പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ പ്രത്യേകമായ തീവ്ര പരിശീലനത്തിന് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു കമാൻഡോ ആണ് ഈ ഹാഷിം മൂസ. ഹാഷിം മൂസ ഇവിടെ എത്തിയിട്ടുണ്ടെന്നും ഹാഷിം മൂസയുടെ ഒരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തൽ. നേരത്തെ റോഷ്നി സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ പാകിസ്ഥാന് പങ്കില്ല എന്ന് പാകിസ്ഥാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ പുതിയ തെളിവുകൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വെക്കുന്നതിന് വേണ്ടി ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ പാകിസ്ഥാൻ ഇതിലൊരു അന്താരാഷ്ട്ര അന്വേഷണമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ഒരു ന്യൂട്രൽ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പാകിസ്ഥാൻ പേരിട്ട് വിളിച്ചിരുന്നു. അത്തരത്തിലുള്ള അന്വേഷണം അന്താരാഷ്ട്ര തലത്തിൽ വേണം എന്ന് പറയുമ്പോഴും ഇന്ത്യൻ അന്വേഷണ സംഘം, അതായത് NIA ഉൾപ്പെടെ അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഹാഷിം മൂസയുടെ പങ്ക് ഇതിൽ വ്യക്തമായിട്ടുള്ളത്. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സൈന്യം, അതിൻ്റെ സൈന്യത്തിൻ്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ടീം, അവർ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഭീകരവാദിയാണ് ഹാഷിം മൂസ. ഹാഷിം മൂസയ്ക്ക് ഇതിൽ പങ്കുണ്ട്, ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കണ്ടെത്തൽ. രഞ്ജിത്ത്, ഹാഷിം മൂസ എപ്പോഴാണ് ഇന്ത്യയിലേക്ക് എത്തിയത് എന്ന വിവരമുണ്ട് രഞ്ജിത്ത്? മാത്രമല്ല, മറ്റേതെങ്കിലും ആക്രമണത്തിന് മുമ്പും ഇയാൾ പദ്ധതി ഇട്ടിരുന്നതായി NIA കണ്ടെത്തിയിട്ടുണ്ടോ? വെങ്കടേഷ്, അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. വളരെ കോൺഫിഡൻഷ്യലായി നടക്കുന്ന അന്വേഷണമാണ്. പക്ഷേ ഇക്കാര്യം ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ തന്നെ പുറത്തുവിടുന്ന, രഹസ്യമായി തന്നെ അവർ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഹാഷിം മൂസ എന്ന് പറയുന്ന പാക് തീവ്രവാദിക്ക് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുണ്ട്. അത് ഹാഷിം മൂസയിൽ മാത്രം ഒതുങ്ങുന്നതാണോ, അല്ലെങ്കിൽ മറ്റ് ഭീകരവാദികൾ കൂടി ഇതിനകത്ത് പങ്കാളിത്തമുണ്ടോ എന്നുള്ള കാര്യം പുതിയതായി നമുക്ക് ലഭ്യമാവുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഹാഷിം മൂസയ്ക്ക് പങ്കുണ്ടെന്നും ഹാഷിം മൂസ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ അംഗമാണ് എന്നും ഈ ഹാഷിം മൂസയ്ക്ക് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ തീവ്രമായ പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എത്രത്തോളം പങ്കാളിത്തമുണ്ട്, ഏത് തലത്തിലാണ് ഇതിൻ്റെ ഗൂഢാലോചന നടന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. മറ്റ് പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ഇതിൽ ബന്ധമുണ്ടോ, തീവ്രവാദ സംഘടന എന്ന രീതിയിൽ മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബന്ധമുണ്ട്. ഈ കാശ്മീർ ബന്ധത്തിൽ, അല്ലെങ്കിൽ ഈ കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഹാഷിം മൂസയ്ക്ക് കൂടി പങ്കുണ്ട് എന്നുള്ള വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊന്ന് രഞ്ജിത്ത്, എന്തായാലും ഇപ്പോൾ ഭീകരർക്കായുള്ള തിരച്ചിൽ സുരക്ഷാ സേന ഊർജിതമാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? ഭീകരർ ഉണ്ടെന്ന് സംശയിക്കുന്ന തെക്കൻ കശ്മീരിലെ വനമേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാന തിരച്ചിലെന്നറിയുന്നു. ഭീകരരെ ഉടൻ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണോ സുരക്ഷാ സേന? തീർച്ചയായിട്ടും 3 തവണയാണ് നേർക്കുനേർ ഈ പറയുന്ന ഭീകരന്മാരുമായി നമ്മുടെ സൈന്യം നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടുള്ളത്. 2-3 തവണ വെടിവെപ്പുണ്ടായി. അനന്തനാഗ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, അതായത് പഹൽഗാമിനോട് ചേർന്നുള്ള വനമേഖലയിൽ അനന്തനാഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യം കണ്ടെത്തിയത്. അതിനുശേഷം മറ്റ് 2 ഇടങ്ങളിലും ഇവർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതായത് ഈ ഭീകരവാദികൾക്ക് തൊട്ടടുത്ത്, അല്ലെങ്കിൽ അവർക്ക് പിന്നാലെ തന്നെ ഈ നമ്മുടെ സൈന്യമുണ്ട്. സൈന്യത്തിൻ്റെ റഡാർ വിട്ട് ഈ ഭീകരവാദികൾ പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരം. യെസ് രഞ്ജിത്ത്, ഈ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ പാകിസ്ഥാനെതിരെ നിരവധി തെളിവുകളുമായി രംഗത്ത് വന്നിരുന്നു. ഈ ലോക നേതാക്കളോടും ലോകരാജ്യങ്ങളുടെ പ്രതിനിധികളോടും നമ്മൾ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. ഇപ്പോൾ വളരെ ശക്തമായൊരു തെളിവ് കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇത് ഇപ്പോൾ പാകിസ്ഥാനെ എത്ര കൈ കഴുകിയാലും ആ ചോരക്കറ പോകാത്ത അവസ്ഥയായല്ലോ രഞ്ജിത്ത്, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് വെങ്കടേഷ്.
ഓക്കെ, എന്തായാലും വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോഴും ഭീകരർക്കായുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, ഹാഷിം മൂസയുടെ പങ്കുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അതും നിർണായകം തന്നെയാണ് ഈ മണിക്കൂറുകളിൽ.